ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15 ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും തൊടുപുഴ ആസ്ഥാനമായ കേരള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട റേഡിയോ കിസാൻ ദിവസ് 2025 ഉദ്ഘാടന പരിപാടിയുടെ റിപ്പോർട്ടാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. എക്കാലത്തും കർഷകർക്ക് അറിവും ആത്മവിശ്വാസവും പകരുന്ന നല്ല സുഹൃത്താണ് റേഡിയോ. രാജ്യത്തിന്റെ തന്നെ നട്ടെല്ലായ കർഷകർക്ക് വഴികാട്ടിയാകുന്നതിനും അവരെ അംഗീകരിക്കുന്നതിനുമായി ഫെബ്രുവരി 15 രാജ്യത്തുടനീളം റേഡിയോ കർഷക ദിനം ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായി ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും തൊടുപുഴ ആസ്ഥാനമായ കേരള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ ഈ വർഷത്തെ റേഡിയോ കർഷക ദിനം റേഡിയോ കിസാൻ ദിവസ് 2025 മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. കാർഡ്സ് റീജിയണൽ ഡയറക്ടർ ശ്രീ PJ സെബാസ്റ്റ്യൻ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ഇപ്പോൾ ആകാശവാണി ഇങ്ങനെ എല്ലാ വർഷവും കർഷക ദിവസ് എന്ന പേരിൽ ഫെബ്രുവരി മാസം 15 എല്ലാ വർഷവും ഇത് ആചരിക്കുന്നത്. മാങ്കുളത്ത് ഇപ്രാവശ്യം ഈ പരിപാടി നടത്തുവാൻ വേണ്ടി അവിടെ നിന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ സഹർഷ അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ കർഷകരെ പങ്കെടുപ്പിച്ച് ഈ പരിപാടി വളരെ നല്ല നിലയിൽ നടത്തണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഒരു 50 കർഷകരെയാണ് ഇവിടെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. പ്രതിനിധികളായിട്ട് ഓരോ വാർഡിൽ നിന്നും 5 പേരെ എന്നുള്ള നിലയിൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയം എല്ലാവർക്കും നല്ല തിരക്ക് പിടിച്ച പണിയാന്ന് നമുക്കറിയാം. കുരുമുളക് പറിക്കുന്നു, ഉണങ്ങുന്നു, അങ്ങനെയുള്ള വിളവെടുപ്പിൻ്റെ ഒരു സമയം, പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതികൂല കാലാവസ്ഥയിലാണ് നമ്മുടെ ഈ യോഗം. എങ്കിലും ഇത് പൂർണ്ണമായും ഈ യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ പ്രയോജനം നമ്മൾ ലഭ്യമാക്കണം എന്നുള്ള ഒരു വിനീതമായ അപേക്ഷയും കൂടിയുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വിശദമായ കാര്യങ്ങളെല്ലാം ഇവർ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കും എന്ന് കുറേയേറെ ജനപ്രതിനിധികളും അതുപോലെ തന്നെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും അവർക്കും ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ആ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ പ്രയോജനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. അപ്പോൾ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആകാശവാണിയുടെ സ്റ്റേഷൻ ഡയറക്ടർ നമ്മുടെ മാത്യു ജോസഫ് സാറ് പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. സാറിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ കാർഡ്സിൻ്റെ ചെയർമാൻ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ ഉദ്ഘാടകനായിട്ട് സാറിനെയാണ് തീരുമാനിച്ചത്. സാറിന് നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 10-20 വർഷത്തോളമായിട്ട് മാങ്കുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ വാർഡുകളിലും പോയി ക്ലാസ് എടുക്കുകയും ഇവിടെ വന്ന് ദിവസങ്ങളോളം താമസിച്ച് ജൈവകൃഷി മാങ്കുളത്ത് വിപുലമായ രീതിയിൽ തന്നെ നടത്തി നമ്മുടെ ഗ്രാമത്തെ ഒരു ജൈവ ഗ്രാമമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു സ്വപ്നത്തോടു കൂടി മാങ്കുളത്തേക്ക് കടന്നു വന്നയാളാണ്. അത് ഇതുവരെയും പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും കുറേയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇപ്പോഴും 20 വർഷമായിട്ട് ഈ കാർഡ്സിൻ്റെ പ്രവർത്തനം ഇവിടെ ഏകോപിപ്പിച്ചത് നന്നായി മുമ്പോട്ട് കൊണ്ടുവന്നു. സാറിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഈ യോഗത്തിൽ നമ്മുടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഷൈനി മാത്യു എത്തിച്ചേർന്നിട്ടുണ്ട്. ഷൈനി മാത്യുവിനെ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 5ാം വാർഡ് മെമ്പറാണ്. ഷൈനി മാത്യുവിനും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ വന്നിരിക്കുന്ന മനേഷ് സാറിനും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ 5-8 കർഷകരെ, നമ്മൾ മുതിർന്ന കർഷകർ, 60 വയസ്സിന് മുകളിലുള്ള കർഷകരെ
അവരുടെ നല്ല പ്രായമെല്ലാം ഈ മണ്ണിൽ അധ്വാനിച്ച് വളരെ നല്ല രീതിയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അവരെ ഇവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനായി എത്തിച്ചേർന്നിരിക്കുന്ന കർഷക സുഹൃത്തുക്കൾക്ക് ഓരോരുത്തർക്കും നിങ്ങളേവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കാമെന്ന് ഏറ്റിരിക്കുന്ന 2 പേരുണ്ട്. അത് ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ സാറിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി ഗ്രീഷ്മ മാത്യു. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് മാങ്കുളത്ത് സേവനം ചെയ്യുന്നു. ഒരു പരാതിയും ഇല്ലാത്ത ഒരു കൃഷി ഓഫീസറാണ്. കൃഷി ഓഫീസർ മാങ്കുളത്ത് ഉണ്ട്, അങ്ങനെ ഒരു ഓഫീസുണ്ടെന്ന് ഇവിടുത്തെ കൃഷിക്കാർക്ക് ബോധ്യം വന്നത് സാർ ഇവിടെ സ്ഥലം മാറി വന്നതിന് ശേഷമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ നിലയിൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അറിയുകയും എന്തെല്ലാം സാധ്യതകൾ സഹായങ്ങൾ മാങ്കുളത്തെ കൃഷിക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കാമോ അതെല്ലാം അങ്ങേയറ്റം വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന, നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഏതെല്ലാം ആനുകൂല്യങ്ങളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി ക്ലാസ് എടുക്കാനും എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ഗ്രീഷ്മ മാത്യുവിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന കർഷക സുഹൃത്തുക്കൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ആകാശവാണി ദേവികുളം പ്രോഗ്രാം മേധാവി ശ്രീ മാത്യു ജോസഫ് അധ്യക്ഷ പ്രസംഗം നടത്തി. നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്ന കാഡ്സ് എന്ന കർഷകരുടെ ഇടയിലെ വളരെ പ്രശസ്തമായ സന്നദ്ധ സംഘടനയുടെ പ്രസിഡൻ്റായ ആൻ്റണി കണ്ടിരിക്കൽ സാർ, നമ്മുടെ കൃഷി ഓഫീസർ, ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്ന കൃഷി ഓഫീസർ ഗ്രീഷ്മ മാഡം, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഷൈനി മാഡം, ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിലേക്ക് സ്ഥലം മാറിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ മനേഷ്, അദ്ദേഹം മുൻപ് ദേവികുളം നിലയത്തിലെ പ്രോഗ്രാം മേധാവിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സ്ഥലമാറ്റമായിട്ട് തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത്. ശ്രീ MP മനേഷ്, ഇവിടെ ആദരിക്കപ്പെടാനായിട്ട് എത്തിയിരിക്കുന്ന കർഷക ശ്രേഷ്ഠരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന പ്രിയ കർഷക സുഹൃത്തുക്കളെ, വർഷം തോറും ഫെബ്രുവരി 15-ാം തീയതി ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഒരു പരിപാടിയാണ് റേഡിയോ കിസാൻ ദിവസ് അഥവാ റേഡിയോ കർഷക ദിനം. കിസാൻ വാണി എന്നു പേരായ ആകാശവാണി നടപ്പിലാക്കുന്ന ഈ പരിപാടി കഴിഞ്ഞ 21 വർഷമായിട്ട് പ്രക്ഷേപണം ചെയ്യുകയാണ്. ഇന്ന് ഇന്ത്യയിലെ 97 നിലയങ്ങളിൽ കിസാൻ വാണി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ 3 ദിവസം. പക്ഷേ നിങ്ങളിൽ പലരും വീട്ടിൽ റേഡിയോ ഇല്ലാത്തവരായിരിക്കാം, അതുകൊണ്ട് ഒരു പക്ഷേ ഇത് കേട്ടിട്ടുണ്ടാവില്ല, ചിലർ കേട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ 1 വേ ട്രാഫിക്കായിരുന്നു. ഞങ്ങൾ റേഡിയോ നിലയത്തിലിരുന്ന് സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, തിരിച്ചൊന്നും പറയാൻ നിർവാഹമില്ല. അതിനുശേഷമാണ് നിങ്ങൾക്കൂടെ പറയാവുന്ന രീതിയിൽ ഫോണിൻ പരിപാടികളൊക്കെ വന്നത്. ഈ ഒരു പരിപാടി ഞങ്ങൾ ആകാശവാണി പ്രവർത്തകർ, ആകാശവാണിയിലെ ഉദ്യോഗസ്ഥർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനായിട്ട്, നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനായിട്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ 2.25 വർഷം, ഞാൻ ഇവിടെ എത്തിയിട്ട് 2.25 വർഷമായി. ഈ സമയം കൊണ്ട് ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ പോയി കഴിഞ്ഞു കർഷകരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ആഴ്ചയിലും 3 ദിവസം വെച്ചിട്ട് ഓരോ ദിവസം ഓരോ കർഷകരെ വെച്ചിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് റേഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കർഷകർ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു കാലമാണിത്. ഇടുക്കി പോലെയുള്ള മലയോര പ്രദേശങ്ങളിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന അഡീഷണൽ പ്രശ്നങ്ങളാണ് വന്യമൃഗശല്യം, പിന്നെ കർഷകർക്ക് ഭൂമിക്ക് പട്ടയമില്ലാത്ത അവസ്ഥ, കുടിയിറക്ക ഭീഷണി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ വക പ്രതിസന്ധികൾക്കിടയിലൂടെ മിക്കവാറും കർഷകരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒന്നാണ്, കൃഷി കൊണ്ട് ഒരു മെച്ചവുമില്ല, കഷ്ടിച്ചങ്ങ് ജീവിച്ചു പോകാം എന്നുള്ള ഒരു അവസ്ഥയുള്ളെന്നുള്ളത്. എങ്കിൽ പോലും നമ്മുടെ കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് പല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. കേരള ഗവൺമെൻറ്റും നടപ്പാക്കി വരുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം സ്പോൺസർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ കിസാൻ വാണി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സന്ദേശം, കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇന്ന് ഈ പരിപാടി ഇവിടെ ഒരുക്കുന്നതിനായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നത് കാഡ്സ് എന്ന സംഘടനയാണ്. നിങ്ങളൊക്കെ അതിലെ മെമ്പേഴ്സ് ആയിരിക്കാം. ഇവിടുത്തെ ഡയറക്ടറായിട്ടുള്ള സെബാസ്റ്റ്യൻ സാറും അതുപോലെ തന്നെ ഇതിൻ്റെ സജീവ പ്രവർത്തകനായ അജലുമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇനിയും 1-2 പേർ കൂടി ഇവിടെ സംസാരിക്കാനുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തുടർന്ന് കാഡ്സ്
ചെയർമാൻ ശ്രീ ആന്റണി കണ്ടിരിക്കൽ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആകാശവാണി ഒരു ദിവസം കർഷകർക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കും എനിക്ക് തന്നെ ഒരു പുതിയ അറിവാണ്. 365 ദിവസമുള്ളതിൽ രാജ്യം ഒരു ദിവസം നമുക്ക് വേണ്ടി ആകാശവാണിയിലൂടെ മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് വേണ്ടി ആരൊക്കെയോ എവിടെയൊക്കെ ദിവസങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ടെങ്കിലും ആകാശവാണി ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. അത് ഫെബ്രുവരി 15 ആ 15 തീയതി ആകാശവാണിയുടെ പ്രോഗ്രാമിൻ്റെ റേഡിയോ കിസാൻ ദിവസ് എന്നാണ്. ഇത് അഖിലേന്ത്യാ തലത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. അതിൽ നമ്മൾ മാങ്കുളത്തെയാണ് ഈ തവണ ഉൾപ്പെടുത്തിയത്. ഞാൻ ആകാശവാണിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കർഷകർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ദിവസമല്ല മാറ്റിവെക്കേണ്ടത്, 365 ദിവസവും മാറ്റിവെക്കണം. പ്രവർത്തനങ്ങളേറെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുക. ആ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആവേശവും പ്രോത്സാഹനവും തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം പകരുന്ന ഒന്നായി മാറുക എന്നുള്ളതാണ് ഇതിലൂടെ ആകാശവാണി ഉദ്ദേശിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ശബ്ദമാണ് നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ കേൾക്കാൻ കഴിയുക. ഗവൺമെൻറ് ദൈനംദിന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ മേലെ തട്ടിൽ നിന്ന് ഘട്ടം ഘട്ടമായി താഴേക്ക് വരുന്നു. ഏറ്റവും അടിയിലത്തെ ബോട്ടം ലെവലിൽ നമ്മൾ കർഷകരാണ്. പക്ഷെ കർഷകരിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഈ പദ്ധതിയുടെ കാതൽ കുറഞ്ഞ് ഈ തടി ചിന്തയിലിടുന്ന പോലെ അവസാനം മിനുങ്ങിയ വരുന്നെങ്കിലും വണ്ണം കുറഞ്ഞും നീളം കുറഞ്ഞുമൊക്കെ അവസാനം അത് ലോപിച്ചു പോകാറാണ് പതിവ്. ഫലത്തിൽ സംഭവിക്കുന്നത് രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് ആഘാതമേൽപ്പിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും പല കാര്യങ്ങളും മാറുകയാണ്. ഇപ്പോൾ നമുക്കറിയാം 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് 2 ലക്ഷം ഹെക്ടറായിട്ട് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ കാർഷിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ പ്രയോജനം പലപ്പോഴും കുറയുകയാണ്. അതുപോലെ തന്നെയാണ് പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത കുറയുന്നു. അതുപോലെ തന്നെ വിത്തുകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും വിതരണം കാര്യക്ഷമമായി കടക്കാതെ വരുന്നു. അത് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള പ്രാപ്തി പലപ്പോഴും കർഷകരിലില്ലാതെ വരുന്നു. അതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ്. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും ജീവിക്കുന്നത് അവൻ്റെ ജീവിതം വളരെ കുറച്ച് കാലമേ ഉള്ളൂ. ആ കുറച്ചു കാലം അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നെരിപ്പേടിലൂടെ കടന്നു പോകലല്ല, മറിച്ച് ആ അധ്വാനത്തിൽ നിന്ന് സുഖപ്രദമായ ഒരു സംവിധാനത്തിലേക്ക് ജീവിതത്തെ കരുപ്പിടിപ്പിക്കലും അടുത്ത തലമുറയ്ക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകലുമാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നൊരു കാര്യം. എവിടെയോ എന്തൊക്കെ തകരാറുകൾ സംഭവിച്ചിട്ടാണ് ഈ മാറ്റം വന്നത്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വീട്ടിലെ ആഡംബര വസ്തുവായിരുന്നു. ഒരു 50 വർഷം മുമ്പ് ഒരു റേഡിയോ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും നമ്മളെല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്തായിരുന്നു? നമ്മുടെ ശബ്ദരേഖ. സിനിമ കാണാൻ പോകാൻ പറ്റാത്ത നമുക്ക് വേണ്ടി ശബ്ദരേഖയായിരുന്നു ആകാശവാണിയിലൂടെ വന്നിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് വന്ന കാർഷിക രംഗം, വയലും വീട്ടിലും പരിപാടിയിലൂടെയാണ് രാവിലെ ക്ഷാരം, അമ്ളം, പാക്കീജനകം. അന്നൊക്കെ ഈ പാക്കീജനകം എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേൾക്കും, ഇത് എന്ത് സാധനമാണ് ഈ പാക്കീജനകം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ പാക്കീജനകത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ അമ്ലാംശം കുറയ്ക്കാൻ വേണ്ടി കുമ്മായം തൂളണം, കുട്ടനാടൻ കോൾനിലങ്ങളിൽ പ്രയോഗിക്കേണ്ട കൃഷിരീതികൾ എന്നതാണ്. അപ്പോൾ ഇങ്ങനെ റേഡിയോ നമ്മുടെ ഒരു ശബ്ദവാഹിനി, അല്ലെങ്കിൽ ആ ശബ്ദത്തിലൂടെ നമ്മുടെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരുന്നു റേഡിയോ. ആ റേഡിയോ ആദ്യകാലങ്ങളിൽ നമ്മുടെ ക്ലബ്ബുകളിലൊക്കെ വലിയ ബോക്സൊക്കെ വെച്ച്, ബോക്സിൻ്റെ അകത്ത് റേഡിയോ ഒക്കെ വെച്ച് അത് പുറത്തേക്ക് കേൾക്കാൻ വേണ്ടി വേറെ ചെറിയ സ്പീക്കറൊക്കെ വെച്ചൊക്കെ ആയിരുന്നു അന്ന് അത് വെക്കുക. അന്ന് ക്ലബ്ബിൽ പോകുന്നത് പോലും റേഡിയോ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ലളിതഗാന പരിപാടികൾ, നാടകഗാനങ്ങൾ എന്ന് വേണ്ട അഭംഗരം ഇങ്ങനെ തുടരുകയാണ്. രാവിലെ 5:30 അത് തുടങ്ങി അവസാനം 10 മണിക്ക് അവസാനിക്കുകയാണ്. ഇന്നതുപോലെ ഫുൾ ടൈം ഇല്ല. അപ്പോൾ അങ്ങനെ റേഡിയോ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, ജീവിതവുമായി ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ ഒരു വാർത്താവിനിമയ മാർഗമായി പരിലസിച്ചിരുന്നൊരു കാലമുണ്ട്. അത് പിന്നീട് ട്രാൻസിസ്റ്ററിലേക്ക് വന്നു. ട്രാൻസിസ്റ്ററിൽ നിന്ന് അത് വീണ്ടും ചെറിയ പോക്കറ്റ് റേഡിയോയിലേക്ക് വന്നു. ആ പോക്കറ്റ് റേഡിയോയും ഇതെല്ലാം എന്നോ അന്യം നിന്ന് പോയി. അതെല്ലാം പോയിട്ട് ഇന്ന് റേഡിയോ കേൾക്കുന്നത് ഇന്ന് കാറുകളിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാം റേഡിയോ നമുക്ക് ഓൺ ചെയ്യാം. ഇപ്പോൾ മൊബൈലിൽ റേഡിയോ ഉണ്ട്, മൊബൈലിൽ നമുക്ക് FM കിട്ടും. പിന്നീട് റേഡിയോ മാംഗോ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രൈവറ്റ് മേഖലയിൽ കുറേ കാര്യങ്ങൾ വന്നു. എന്ന് പറഞ്ഞാൽ വാർത്താവിതരണ മേഖലയിൽ വന്ന മാറ്റങ്ങളെല്ലാം ആരെയും ബാധിച്ചു, റേഡിയോയും ബാധിച്ചു. പക്ഷേ അപ്പോഴും ആകാശവാണി അതിൻ്റെ തനതായ ശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരുന്ന വലിയ പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചതെന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ മാങ്കുളത്ത് ഈ പ്രോഗ്രാം നടക്കുകയാണ്. എന്താണ് മാങ്കുളത്തെ പ്രോഗ്രാമിന് ഇതുകൊണ്ടുള്ള മാറ്റം എന്താണ്? നമ്മൾ 50 പേരോട് ഒത്തുകൂടി വർത്തമാനമൊക്കെ പറഞ്ഞു പിരിഞ്ഞു, അതാണോ? അല്ല.
നമ്മളിവിടെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും റേഡിയോയിലൂടെ രാജ്യമൊട്ടാകെ കടന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ നമ്മൾ വിചാരിക്കും ചെറുതാണെന്ന് വിചാരിക്കും. ചെറുതല്ല, അത്തരത്തിൽ വലിയ അറിവുകളുണ്ട്. ആ അറിവുകളെ സ്വാംശീകരിച്ച് ആകാശവാണിയിലൂടെ, കിസാൻ വാണിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള മഹത്തായ ഒരു പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. ആകാശവാണിയുടെ ദൈവകുളം നിലയം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രോഗ്രാമിൽ മാങ്കുളത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട്, മാങ്കുളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായ ഡോക്യുമെൻ്ററികളും അതുപോലെ തന്നെ പരിപാടികളും പ്രക്ഷേപണം ചെയ്യണമെന്ന് കൂടി ഞാൻ ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ പോരുന്ന വഴിക്കൊക്കെ കാണാൻ കഴിയും, നിങ്ങൾ കണ്ടു കാണും അല്ലേ, എത്രയോ വാഹനങ്ങൾ കിടക്കുന്നു, മുഴുവൻ ടൂറിസ്റ്റുകളാണ്. ഈ ടൂറിസ്റ്റുകളെല്ലാം നമുക്ക് മാങ്കുളത്തേക്ക് ആകർഷിക്കുമ്പോൾ ആ ടൂറിസ്റ്റുകൾ വരുന്നവർക്കെല്ലാം കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല ഇൻപുട്സ് കൂടെയുണ്ട്, നല്ല ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്, അതിനെല്ലാം നല്ല വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആരാണ് ജനങ്ങളിൽ എത്തിക്കേണ്ടത്? പുറം ലോകത്തിൽ എവിടെ എത്തിക്കണം? ആരെത്തിക്കണം? ആകാശവാണിയിലുള്ള ഔദ്യോഗിക ജിഹകൾ എത്തിക്കണം. അതാണ് ഗവൺമെൻറ് ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ജിഹയാണ് ആകാശവാണി. അപ്പോൾ ആകാശവാണി പറയുകയാണ് മാങ്കുളത്ത് ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട്, മാങ്കുളത്ത് ഇത്ര 250ഓളം ഹോം സ്റ്റേസ് ഉണ്ട്, അവിടെ ആനക്കുളത്ത് ആന ഇറങ്ങുന്നത് ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ്, അത് കാണുവാൻ വേണ്ടി ആളുകളുണ്ട്. അപ്പോൾ അതിൽ അവരെക്കുറിച്ചുള്ള അഭിമുഖങ്ങൾ വരുന്നു, അവിടുത്തെ കർഷകർ സംസാരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നു. ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി അല്ലെങ്കിൽ ഒരു ടൂറിസം പ്ലേസായി ഇതിനെ മാറ്റണം. കാരണം കൃഷി എന്നുള്ള ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഘടകത്തിൽ നിന്ന് മാറി അതിൻ്റെ വികസിതമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പുതിയ തലമുറയെ എത്തിക്കാൻ കഴിയുമ്പോൾ അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ജീവിതത്തിൻ്റെ സുഖവും സൗകര്യവും അതിലൂടെ കടന്നു വരും. അപ്പോൾ മണ്ണ് എന്നും മണ്ണായി തന്നെ നമുക്കുണ്ട്. കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വരുന്നു. ഇപ്പോൾ നമ്മൾ ആകാശവാണിയിലൂടെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കർഷകരിലേക്ക് എത്തണം. അപ്പോൾ അതിന് പര്യാപ്തമായ രീതിയിലുള്ള ഫണ്ട് അലോട്ട്മെൻറ്റും സാങ്കേതിക മികവിനുള്ള കാര്യങ്ങളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വഴി നടപ്പാക്കാൻ കഴിയണം. അപ്പോൾ ഇവരെല്ലാം നമ്മളിവിടെ എത്തിക്കുന്നത് മാങ്കുളത്തിൻ്റെ യശസ് പുറം ലോകത്തേക്ക് നല്ല നിലയിൽ പോകണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ആകാശവാണി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ദിവസം, റേഡിയോ കിസാൻ ദിവസ് എന്നുള്ള ആ ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു. പ്രത്യേകമായി ഞാൻ അവസാനിപ്പിക്കുന്നു, മാങ്കുളത്തിൻ്റെ സാധ്യതകളെയും അവസരങ്ങളെയും ഏറ്റെടുക്കുന്നതിലൂടെ ആകാശവാണി ചെയ്യുന്നത് തികച്ചും രാഷ്ട്രത്തിനുള്ള ഒരു വലിയ ദൗത്യമാണ്, രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയാണ്, കാർഷിക മേഖലയോടുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ആകാശവാണി ദേവികുളം നിലയത്തിൻ്റെ എല്ലാ സ്റ്റാഫുകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു. ചടങ്ങിൽ ദേവികുളം നിലയം മുൻ പ്രോഗ്രാം മേധാവി ശ്രീ MB മനീഷ്, മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ശ്രീമതി ഷൈനി മാത്യു: ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനത എന്ന് തന്നെയാണ്. പക്ഷേ ഈ ആരോഗ്യ ജനതയെ സംരക്ഷിക്കേണ്ട ദൗത്യം അല്ലെങ്കിൽ ആ ഒരു കർമ്മം ഏറ്റെടുത്തിരിക്കുന്നത് എന്നും കർഷകർ തന്നെയാണ്. ഈ കർഷകന് എത്രമാത്രം ഈ സമ്പത്ത് കാത്തു സൂക്ഷിക്കുമ്പോഴും ഈ സമ്പത്തിൻ്റെ ആവശ്യക്കാരായി മാറുമ്പോഴും ഈ കർഷകരെ നാം എത്രമാത്രം ബഹുമാനിക്കുന്നു, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്നത്തെ ഈ ഫെബ്രുവരി 15 ഈ നല്ല ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതിരുകാക്കുന്ന സൈനികനും കതിരുകാക്കുന്ന കർഷകനെയും എന്നും ബഹുമാനിക്കുമെന്നുള്ള ആപ്തവാക്യം നാം എന്നും മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും ഈ കർഷകരെ സംരക്ഷിക്കേണ്ട ബാധ്യത ആരേറ്റെടുക്കും എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഇപ്പോഴും നമ്മൾ നിലകൊള്ളുകയാണ്. മാങ്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു 90% ആളുകളുമുണ്ട്. ടൂറിസം ഏറെ വികസിച്ച് വരുന്ന ഒരു നാടാണ് മാങ്കുളം എന്ന് പറയുമ്പോഴും ടൂറിസത്തിൻ്റെ സാധ്യതകളും ടൂറിസത്തിൻ്റെ ആനുകൂല്യങ്ങളും ഒക്കെ ചില നിസാരം വ്യക്തികളിലും സംഘടനകളിലും ഒക്കെ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ നാടിൻ്റെ വികസനം സാധ്യമാകുന്ന തീർത്തും കർഷക സമൂഹത്തിലൂടെയാണ്. അവർക്കാവശ്യമായ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇന്ന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയാതെ വരുന്നത് എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ആകാശവാണി നിലയത്തിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി കൊടുത്ത കാർഡ്സിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കർഷകർക്കും ഞാൻ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മുതിർന്ന കർഷകർക്കുള്ള അവാർഡിന് അർഹരായിത്തീർന്ന നമ്മുടെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും എല്ലാവിധ നന്മയും
വരും കാലങ്ങളിൽ അവർക്ക് ആശ്വാസമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ MB മനീഷ്. വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എന്നുള്ളതിന് പുതിയ പുതിയ മാനങ്ങൾ എപ്പോഴും അനുനിമിഷം എന്ന് വേണമെങ്കിൽ കണ്ടെത്താൻകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആൻ്റണി കണ്ടിരിക്കൽ സർ, സഹപ്രവർത്തകൻ കൂടിയായ മാത്യു ജോസഫ് സർ, കർഷകരെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് റേഡിയോ കിസാൻ ദിവസ്. ഇവിടെ കൃഷി എൻ്റെ വിഷയമല്ല, സാഹിത്യവും സിനിമയും സംഗീതവും ഒക്കെയാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ കൃഷിയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അതിനെക്കുറിച്ച് വളരെ ഭംഗിയായി തന്നെ ആൻ്റണി സാറ് പറഞ്ഞു. ആൻ്റണി സാറ് ആകാശവാണിയുടെ ഒരു നിരന്തര സഹയാത്രികനാണ്. വയലും വീടിനൊപ്പം തിരുവനന്തപുരം ആകാശവാണിയിൽ എത്രയോ കാലമായി അദ്ദേഹം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതെൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കറിയുന്ന പണി ഞാൻ ചെയ്യാം. ഒരു 2 വരി കവിത ചൊല്ലാം. അത് ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് എഴുതിയതല്ല, ഏതോ ഒരു ഓണക്കാലത്ത് കുറിച്ച് വെച്ചതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നൊരു മട്ടിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതങ്ങ് ചൊല്ലാം. കുറച്ച് പ്രസംഗങ്ങളൊക്കെ കേട്ടിരിക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാനതങ്ങ് ചൊല്ലുവാണ്. കറുത്ത മാനത്തുന്നുതിരും മുത്തുകൾ ചിതറി തെന്നുന്ന താളം, ഉലയുലയുലഞ്ഞിലഞ്ഞിയാടുന്ന അലറിത്തുള്ളണ മേളം, തണു തണു തണക്കുളിരും നെഞ്ചിലും തെളിഞ്ഞു കത്തണുൾ തീയ്, തേവുന്നു തീമൊഴി തേൻമൊഴിയായി പാടുന്നു നെഞ്ചിലെ ചോരി, ഓരില ഈരില 4 തുള്ളി ചോരി തിരിമുറിയാതെ, കണ്ട കനവുകൾ കണ്ണിൽ നിറഞ്ഞവ ചാലുകീറി കുതിച്ചോടി, പുഞ്ച നിറഞ്ഞ് പരന്ന് കിടക്കണ കണ്ണീരാഴത്തിന്മേലെ ഇന്നും വന്നു നിറഞ്ഞ് കളിക്കണ കണ്ണീർ പാട്ടുകളേറെ, രാവിലെ പാടത്തിന്മാറിൽ തിളങ്ങി താരകമുല്ലപ്പൂപ്പാടം, ഉണ്ടകഥകൾ കണ്ണിൽ നിറയ്ക്കണ് വീണ്ടും കനവുകൾ നെയ്യണ്, പഞ്ചമി തിങ്കൾ നീന്തി തുടിക്കണ പുഞ്ച പൊയ്കക്കരയിൽ, എന്നു വരും ചിങ്ങം അറ നിറയ്ക്കാനായി കൊയ്ത്തുമെതിയുടെ പാട്ടുമായി. ഏതോ ഒരു കർക്കിടക കാലത്ത് തീരാത്ത മഴയത്ത് എഴുതിയ ഒരു കണ്ണീരിൻ്റെ വരികളാണ്. അത് ഇടുക്കിയിലെ കർഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റും, മാങ്കുളത്തെ കർഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അനുബന്ധമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആകാശവാണി സാമ്പത്തിക അല്ലെങ്കിൽ ആകാശവാണിയിൽ കിസാൻ വാണി കർഷകരെയാണ് ഇന്ന് ആഘോഷിക്കുന്നത് എങ്കിൽ കൂടി നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെ, പാട്ടുകാരെ ഒക്കെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ, സ്ത്രീകൾക്കായുള്ള പരിപാടികൾ ഒക്കെ ആകാശവാണി നിലയങ്ങളിലുണ്ട്. അതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടി സർക്കാർ നീക്കി വയ്ക്കുന്ന പരിപാടികൾ നിങ്ങളിലേക്ക് വന്നു, നിങ്ങൾ നിലയത്തിലേക്ക് വന്നു അവതരിപ്പിക്കുമ്പോഴാണ് സർക്കാരിൽ നിന്നുള്ള ആ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അത് നിങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കണം എന്നൊരു പ്രാർത്ഥനയോടുകൂടി, അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ആകാശവാണി ദേവികുളം നിലയം അവതാരകൻ ജോഷി തോമസ് കൃതജ്ഞതയർപ്പിച്ചു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാൻ സമയമുണ്ട്, അതുകൊണ്ട് അവർക്ക് സമയം തികയുമെന്ന് തന്നെ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും, മറ്റ് ആദരിക്കപ്പെട്ട കർഷകർക്ക്, നിങ്ങൾ വന്നു ചേർന്ന കർഷകർക്ക് എല്ലാവർക്കും ആകാശവാണിയുടെയും കാർഡ്സിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പുരുഷായുസ് മുഴുവൻ മണ്ണിനോടും മലയോടും മല്ലിട്ട് കൃഷിയിടങ്ങളിൽ പൊന്നു വിളയിക്കുകയും അതുവഴി രാഷ്ട്ര പുനർനിർമ്മാണത്തിന് കാതലായ സംഭാവനകൾ നൽകുകയും ചെയ്ത തലമുതിർന്ന കർഷകരായ ശ്രീ കുര്യാച്ചൻ മൊണ്ടയ്ക്കപ്പടവിൽ, ശ്രീ സുകുമാരൻ കുന്നേൽ, ശ്രീ ചാക്കോ മാണി മൈലയ്ക്കൽ, ശ്രീ GJ ജോസഫ് തുരുത്തേൽ, ശ്രീമതി ത്രേസ്യാമ്മ കണ്ടഞ്ചാലിൽ, ശ്രീ സെബാസ്റ്റ്യൻ തെള്ളിയാങ്കൽ, ശ്രീ ദേവസ്യ മൈക്കൽ കുഴിഞ്ഞാലിക്കുന്നേൽ, ശ്രീമതി ലീലാമ്മ ജോയി പുത്തമ്പുരയ്ക്കൽ, ശ്രീ TC മാത്യു തുണ്ടത്തിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നാഷണൽ ഗ്രീൻ കോർട്ട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ജൈവ കൃഷി ഭാവിയും സാധ്യതകളും, മാങ്കുളം കൃഷി ഓഫീസർ ശ്രീമതി ഗ്രീഷ്മ V. മാത്യു സർക്കാരിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി ആകാശവാണി ദേവികുളം നിലയത്തിന്റെയും തൊടുപുഴ ആസ്ഥാനമായ കേരള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെ മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ട റേഡിയോ കിസാൻ ദിവസ് 2025
ഉദ്ഘാടന പരിപാടിയുടെ റിപ്പോർട്ട്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.